ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമ്മൾ എന്താണ് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആദിപുരുഷിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്കറിയാം ആദിപുരുഷ് പ്രഭാസും കൃതി സാനനൊക്കെ അഭിനയിച്ചിട്ട് സേഫ് അലി ഖാനൊക്കെ ഉണ്ടല്ലോ. അപ്പം കുറേ അധികം ട്രോളും ടീസർ ഇറങ്ങിയ സമയത്ത് ഒത്തിരി അധികം ട്രോളൊക്കെ കിട്ടിയായിരുന്നു. അതിൻ്റെ VFXനും അതിന് മറ്റേ ആനിമേഷനൊക്കെ വേണ്ടി ഒത്തിരി അധികം ട്രോള് കിട്ടിയായിരുന്നു. അങ്ങനെ ഭയങ്കര ഫേമസ് ആയിരുന്നു അതിൻ്റെ ടീസർ എല്ലാ ലാംഗ്വേജിലും, മലയാളം, ഹിന്ദി, തെലുഗു, കന്നഡ എല്ലാത്തിൻ്റെ അകത്തും. അപ്പോൾ ഇന്നലെ ഈ ആദിപുരുഷിൻ്റെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ഹിന്ദിയിൽ ഓൾറെഡി 55 മില്യൺ വ്യൂസ് എങ്ങാനായി ഓൾറെഡി. പക്ഷെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. മലയാളത്തിൽ 3 മില്യൺ വ്യൂസ് അയക്കുന്നത്. എല്ലാ ലാംഗ്വേജിലും മില്യൺ വ്യൂസ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ആദിപുരുഷിൻ്റെ ട്രെയിലർ റിയാക്ട് ചെയ്യാമെന്ന്. ഓക്കെ, അപ്പോൾ നമുക്കത് കണ്ടോക്കെ എന്താ വല്ല മാറ്റം ഉണ്ടോ, അല്ലെങ്കിൽ പണ്ടത്തെ പോലെ തന്നെ അങ്ങനത്തെ തന്നെ VFX ഒക്കെ തന്നെയാണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പറയുന്ന കഥ എന്റെ രാഘവന്റേതാണ്. ഈ കഥ ഭഗവാൻ മനുഷ്യാവതാരമെടുത്ത കഥ. വിശുദ്ധമായ ആദർശനിഷ്ഠയുടെ പര്യായമായ ആ യോദ്ധാവ് രാഘവ. ധർമ്മം കൊണ്ട് അധർമ്മത്തിന്റെ ശിരസ് തകർത്ത കഥ. ഈ ഇതിഹാസം യുഗങ്ങളിലൂടെ രാമായണമായി ജീവിക്കുന്നു. എൻ്റെ പൊന്നോ, കൃതി സാനനും സേഫ് അലി ഖാനുമാണ്. അന്ന് അയോധ്യയുടെ യുവരാജാവ് ഒന്ന് വിരൽ ഞൊടിച്ചാൽ മതി, നമ്മുടെ സൈന്യം മുഴുവൻ ഇവിടെ വന്ന് നമുക്ക് വേണ്ടി പോരാടും. അതെന്റെ ആദർശത്തിന് വിരുദ്ധമാണ്. അപ്പൊ അങ്ങേക്ക് സ്വന്തം പ്രിയതമേക്കാൾ രാജ്യസ്നേഹമാണോ പ്രിയപ്പെട്ടത്? രാജ്യസ്നേഹമാണോ പ്രിയപ്പെട്ടത്? പ്രാണനാണ്. എന്നാൽ ആദർശം എനിക്ക് എന്റെ പ്രാണനേക്കാൾ പ്രിയപ്പെട്ടതും. ഒരു കാട്ടുവാസി വൃത്തിയുടെ കാല് പിടിക്കുന്നത് അങ്ങേക്ക് ഭൂഷണമല്ല. ജന്മം കൊണ്ടല്ല, കർമ്മം കൊണ്ടാണ് നമ്മൾ വലിപ്പം നിർണ്ണയിക്കേണ്ടത്. ചെറുതായിട്ട് മനസ്സിലാവുന്നില്ല, അതാണ് പ്രശ്നം. നിന്നെ കൊണ്ട് സാധ്യമാകുന്നത് മറ്റാരെ കൊണ്ടും സാധ്യമല്ല. രാഘവനെ എന്നെ വരിക്കുവാനായി ശിവധനുസ് നേടിക്കേണ്ടി വന്നു. അദ്ദേഹം ഇവിടെ വന്ന് അവന്റെ ആന്ത അവസാനിപ്പിക്കണം. ഇന്ന് എനിക്ക് വേണ്ടി യുദ്ധം ചെയ്യേണ്ട. ഇതിഹാസത്തിൽ നിങ്ങളുടെ പേര് വർണ്ണിക്കുമ്പോൾ ആദരപൂർവ്വം നിങ്ങൾ വിനയാന്വിതരായിരിക്കണം. ആ ദിവസത്തിനായി പോരാടൂ. നിങ്ങൾ പോരാടില്ലേ സൈനികരെ? അഹങ്കാരത്തെ ധർമ്മം കൊണ്ട് തോൽപ്പിച്ച് വിജയപ്പൊടി പാറിക്കാൻ അണിനിരക്കൂ. ഗൈസ് എനിക്ക് കുറേ ഒന്നും മനസ്സിലാവുന്നില്ല. ഓക്കെ, ഞാനത് എങ്ങനെ ഇരിക്കണം, എനിക്ക് കുറേ ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. എൻ്റെ പ്രശ്നമാണോ? എനിക്കിനി ഇതിൻ്റെ കഥ അറിയാത്തോണ്ട് എനിക്കറിയില്ല. ഇതിലൊരു മണ്ടിയായ പോലെ തോന്നുന്നു. എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലാവുന്നില്ല. നോക്കട്ടെ ബാക്കി. പ്രപഞ്ചത്തിൽ എന്തെല്ലാം സാധിക്കുമോ അതെല്ലാം നേടിക്കഴിഞ്ഞു. എന്നിട്ടും നീ രാക്ഷസനാണ്. ലക്ഷ്മിയെ പുൽകൂ, നീ നാരായണനാകും. എന്തൊക്കെ ഇത്? ഗൈസ് എന്താ പറയുക ഗൈസ്, ടു ബി ഓണസ്റ്റ് എനിക്കൊന്നും പറയാനില്ല. ബിക്കോസ് എനിക്കൊന്നും കുറേ ഒന്നും മനസ്സിലായിട്ടില്ല. ഇതാണ് എൻ്റെ റിയാക്ഷൻ. ഇപ്പം എന്താ പറയാ, അറിയില്ല സാറിന്. ക്ലാസ്സിലൊക്കെ സാർ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല സാറിന് വന്നു. കൊള്ളാം, അല്ലാണ്ട് ഇപ്പം എന്താ പറയുക. പ്രഭാസ് കൊള്ളാം, ആനിമേഷനൊക്കെ ബെറ്റർ ആയിട്ടുണ്ട്, VFX ഒക്കെ ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് പിന്നെ ഇതിൻ്റെ ട്രെയിലർ മനസ്സിലായില്ല.
എനിക്കറിയത്തില്ല എന്താ, എനിക്ക് മനസ്സിലായിട്ടില്ല എന്താണ്. ചിലപ്പോൾ ഇത് കഴിഞ്ഞ് ഒന്നുകൂടെ കാണുമ്പോൾ ചിലപ്പോൾ ഒന്നുകൂടെ മനസ്സിലാവുമായിരിക്കും. ഇപ്പം ഞാൻ റിയാക്ഷൻ എടുക്കുന്ന സമയത്ത് എനിക്ക് അത്ര അത് മനസ്സിലായിട്ടില്ല എന്താണ്. ഇനി ഇതിൻ്റെ കഥ അറിയാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. എല്ലാവരും നല്ല രസമുണ്ട്, കുഴപ്പമില്ല. എനിക്ക് അത്ര വലിയ ട്രെയിലർ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെടുന്നവർ കുറേ പേരുണ്ടാവുമായിരിക്കും. എനിക്ക് ചിലപ്പോൾ മനസ്സിലാവാത്തതുകൊണ്ട് ഇഷ്ടപ്പെടാത്തതായിരിക്കാം. ബാക്കിൽ വണ്ടിയുടെ സൗണ്ട് മനസ്സിലാവാത്തതുകൊണ്ട് ഇഷ്ടപ്പെടാത്തതായിരിക്കാം. പക്ഷേ എനിക്കിപ്പം ഇത് കണ്ടിട്ടൊരു സിനിമ ഇപ്പോൾ തിയേറ്ററിൽ പോയി കാണണം എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ലൈക്ക് ഐ ആം വെയിറ്റിംഗ് ഫോർ ദ റിലീസ് എന്നുള്ളൊരു ഇതില്ല. ഐ എം ജസ്റ്റ് ലൈക്ക് ഓക്കെ, സിനിമ ഇറങ്ങുന്നു നോക്കാം, OTT വരുമ്പോൾ കാണാം എന്നുള്ളൊരു ഇതാണ് എനിക്ക്, തോട്ടാണ് ഇപ്പോൾ വന്നേക്കുന്നത് മനസ്സിൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആദിപുരുഷൻ്റെ ട്രെയിലർ പോയി കാണും, എന്നിട്ട് മനസ്സിലായാൽ എന്നോടൊന്ന് പറഞ്ഞു തരും. ഓക്കെ, അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.